ഇത് ആന്ധ്ര തമിഴ്നാട് ചെക്ക് പോസ്റ്റാ. ഇതേപോലെ തന്നെ കർണാടക തമിഴ്നാട് ചെക്ക് പോസ്റ്റ് ഉണ്ട്. നമ്മുടെ നെല്ലൂര് അവിടെ ചിറ്റൂര് എന്ന് പറയുന്നത് അത് കർണാടക ചിറ്റൂര്. അവിടെ പക്ഷെ ഈ പ്രശ്നമില്ല. ഇവിടെ ആന്ധ്രയിൽ നിന്ന് കൊണ്ടുവന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പൊ ഇവിടുന്ന് ഇവിടുത്തെ ജില്ലാ പോലീസ് മേധാവി പറഞ്ഞത് പോകുന്ന എല്ലാ വണ്ടിക്കും എക്സ്പോർട്ട് ഇട്ടിട്ട് സിറ്റിയുടെ ഔട്ടറില് അടുത്തൊരു പോലീസിനെ ഹാൻഡ് ഓവർ ചെയ്തിട്ട് അവർ നമ്മളോട് വന്നിട്ടില്ല. അവരെ കൊടുത്തിട്ട് അവർ ഫോട്ടോ ഒക്കെ എടുത്തു, ഇതുപോലെ ബില്ലെല്ലാം കൊടുക്കുന്നേ. എന്നിട്ട് അവർ നമുക്ക് ബില്ല് തരുന്ന നിങ്ങൾ പൊക്കോളാൻ പറഞ്ഞു. എനിക്ക് തോന്നുന്നു ഇതിന്റെ അതിർത്തിയോട് അവർ വരണമെന്നുണ്ടെന്ന് തോന്നുന്നു. അവർ വരാഞ്ഞതാന്ന് തോന്നുന്നു. ഇതൊന്ന് കറക്റ്റായിട്ട് അറിഞ്ഞുകൂടാണ്ട്. അപ്പം അവിടെ ഈ പ്രശ്നം ഉണ്ടായതുകൊണ്ടാണ് നിലവിൽ ഇങ്ങനെ കാരണം ഇതിനു മുമ്പ് വരുമ്പോ ഈ എക്സ്പോർട്ട് ഇല്ലായിരുന്നു. നമുക്ക് വരുമ്പോ നൈറ്റ് പാസ് ചെയ്ത് കാര്യം. അപ്പൊ ഇന്നിപ്പോ നമ്മൾ ഈ സമയത്താണ് വരുന്നെങ്കിൽ നാളെ രാവിലെ വരെ ഇവിടെ അവിടെ അതിർത്തി കിടക്കേണ്ടി വരും. അല്ലാതെ പ്രശ്നം കണ്ടില്ല, അവിടെ അടുത്ത ഒരു കട പോലും ഇല്ല. അതായത് പകലാണ് നമ്മൾ വരുന്നെങ്കിൽ നമ്മൾക്ക് പോകാനുള്ള അനുമതി. അതായത് നമ്മൾ പേപ്പർ രാത്രി തന്നെ കൊടുത്ത് അവരെ പേപ്പറെല്ലാം റെഡിയാക്കി നമ്മൾ ഇതിനുള്ളിൽ എൻട്രി ചെയ്തേനെ. രാത്രി നൈറ്റ് തന്നെ വന്ന എന്റെ ലൈസൻസ് നമ്മളെ ബില്ല് എല്ലാം വാങ്ങിയിട്ട് പോലീസുകാരെ പറഞ്ഞു കിടന്നു തുടങ്ങിക്കോ, രാവിലെ വന്ന് വിളിക്കാന്ന് പറഞ്ഞു. അവർ രാവിലെ വന്ന് വിളിച്ച് നമുക്ക് നമ്മുടെ എപ്പോഴും ബില്ല് തന്നില്ല. അതിർത്തി കടന്നു കഴിഞ്ഞിട്ടാണ് ബില്ല് തരുന്നത്. ഇപ്പൊ നിലവിലിങ്ങനെ ഉണ്ടാകാൻ കാരണം ഇതാണ്. കള്ളക്കുറിച്ചിയില് മദ്യവിരുദ്ധം ഉണ്ടായത്. അത് സംഭവിച്ചെന്ന് വെച്ചാൽ ഒരാള് ഇത് കള്ളച്ചാരായം കുടിച്ച് മരിച്ചു. അയാൾ മരിച്ച ശവമടക്കൽ ഇവരെല്ലാം കൂടെ ആഘോഷിക്കാൻ വേണ്ടി ഇത് ഒരു 100-150-200 പേരാ ഇത് വീണ്ടും കുടിച്ചത്. അപ്പൊ അതിലാണ്ട് 100 പേര് മേളിലും കണ്ട് മരിച്ചതാണ് അന്ന്. കാരണം എന്റെ കൂടെ ഞാനത് വെസ്റ്റ് ബംഗാൾ ഇരിക്കുമ്പോഴേ സംഭവം നടക്കുന്നത്. അപ്പൊ എന്റെ കൂടെ കള്ളക്കുറിച്ചിലുള്ള ഒരു അണ്ണൻ ഉണ്ടായിരുന്നു. അത് അണ്ണനാ പറഞ്ഞത് അതിക്ക് മേലെ പോവും, ഒരുപാട് പേര് മരിക്കും, ഒത്തിരി പേര് സീരിയസ് ആ, ഒരുപാട് പേരെ കണ്ണു പോയി എന്നൊക്കെ പറഞ്ഞു. പാർട്ടിയായിരുന്നു. അങ്ങനെ പാർട്ടിയില്ല. ആൾക്കാര് മരിച്ചപ്പോ അവര് പോയി അവിടെ നിന്ന് ആൾക്കാര് കൂടുതൽ കുടിച്ചെന്നാണ് പറയുന്നത് അതിനെപ്പറ്റി. എന്നാലും അതിന്റെ ഭാഗമാണ് ഇപ്പൊ ഈ എസ്കോർട്ടും ഇങ്ങനത്തെ സിസ്റ്റം ഇവിടെ വന്നേക്കുന്നത്. ഇനിയിപ്പോ മിക്കവാറും കുറെ കാലത്തേക്ക് ഈ അതിർത്തി വഴി നമ്മൾ ഇതുപോലെ എത്രനോളുമായിട്ട് വന്നാൽ ഇതേ സിസ്റ്റം തന്നെ ഫോളോ ചെയ്യേണ്ടി വരും. സമയം ഏകദേശം 10 മണിയാകുന്നു. ഫുഡ് കഴിക്കാനായിട്ട് വഴിയിൽ കണ്ട ചെറിയൊരു തട്ടുകടയുടെ മുന്നിൽ വണ്ടി ഒതുക്കി. നല്ല അടിപൊളി കൽദോശയും ചമ്മന്തിയും സാമ്പാറും മുളക് കറിയും രസവും എന്തൊരു തലേ ദിവസത്തെ മീൻകറിയുടെ ചാറ് വരെ ഇവിടെ നിന്ന് കിട്ടി. ഈ ഒരു ടേസ്റ്റിൽ ഫുഡ് കഴിച്ചിട്ട് ഒരുപാട് നാളായി. അവസാനം ഒരു 1 സൈഡ് ഓംപ്ലേറ്റ് കൊണ്ടിട്ട് അതിന്റെ മുകളിൽ കൂടി കുറച്ച് കുരുമുളക് കൂടി ഇട്ട് കഴിച്ചു നോക്കി. എന്റെ പൊന്നോ, സംതൃപ്തിയായി. ദോശ കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ നേരെ അടുത്തുള്ള ഒരു ജ്യൂസ് കടയിലോട്ട് കയറി. ചെന്നൈയിൽ രാവിലെ തന്നെ നല്ല ചൂടുണ്ട്. അതുകൊണ്ട് തന്നെ തണുത്ത എന്തെങ്കിലും കുടിക്കാനാണ് നമ്മൾ നേരെ ജ്യൂസ് കടയിലോട്ട് കയറിയത്. സാത്തുക്കുടി ജ്യൂസാണ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടിയത്. സാത്തുക്കുടി എന്ന് പറയുന്നത് നമ്മുടെ മൊസാംബി ആണെന്ന് ഇന്നാണ് ഞാൻ അറിഞ്ഞത്. ഐസൊക്കെ ഇട്ട് സാത്തുക്കുടി ജ്യൂസ് കുടിച്ച ശേഷം നമ്മൾ വീണ്ടും അവിടെ നിന്ന് യാത്ര തുടങ്ങി. വണ്ടിയുടെ ബാഗ് കൊണ്ട് ഇടിച്ചിട്ട് പോണല്ലേ? അണ്ണ അറിഞ്ഞില്ലേടാ?